ഭക്തി ജഗദംബേ പ്രേമം ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രേമത്തിൽ ജനിച്ച് പ്രേമത്തിൽ ജീവിച്ച് പ്രേമത്തിൽ അവസാനിക്കുള്ളതാണ് മനുഷ്യന്മ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഉണരണം. അതാണ് ആധ്യാത്മിക കൂടിയും ഈശ്വരഭക്തി കൂടിയും നമ്മൾ ഉണർത്തിയെടുക്കേണ്ടത്. നമ്മളെപ്പോഴും ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. മരിച്ചു പോയി പണം കിട്ടാൻ വേണ്ടി, ആക്സിഡൻറ്റ് കിട്ടാൻ പണം വേണ്ടി ഇൻഷുറൻസ് എടുക്കും. നമ്മുടെ ലൈഫിനെ സുരക്ഷിതമാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈഫിൻ്റെ സുരക്ഷിതം ഈ ജ്ഞാനത്തിൽ കൂടിയാണ്. ആ പ്രേമത്തെ ഉണർത്താനും കൊടുക്കാനും നമ്മളിലുള്ള ആ കഴിവുള്ള സമ്പത്ത് മുഴുക്ക ഒത്തിരിക്കാനും, അങ്ങനെ മരണത്തിൽ രക്ഷപ്പെടാനും അമരത്തിലേക്ക് നീങ്ങാനും ആ പ്രേമമാണ് നമുക്ക് ആവശ്യം. ഇപ്പം പിന്നെ എന്തൊരു നാടകം എടുത്താലും സീരിയൽ എടുത്താലും ശിവനും പാർവതിയും കൂടി അങ്ങനെ നൃത്തം ചെയ്യുന്നോ മറ്റുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൽ അവരെ ഹൃദയം കൊണ്ട് ഒന്നാണ്. പിന്നെ അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ഭാവം പ്രകടിതമാക്കി കാണിക്കുന്നതാണ്. കന്യാസ്ത്രീകളെ ക്രിസ്തുവിനെ കല്യാണം കഴിക്കുന്നതായിട്ട് ക്രിസ്തുവായിട്ട് ലൗകികബന്ധത്തിനാണോ? അല്ലല്ലോ. അതേപോലെ രാധാകൃഷ്ണന്മാരും ഗോപികളും ഒക്കെ എങ്ങനെയാണ്? ഗീതയിൽ കൃഷ്ണൻ കല്യാണം കഴിച്ചായിട്ട് പറയുന്നില്ല. അത് ചിരിക്കുന്ന കൃഷ്ണമാണ്, മുന്നോട്ട് പോകുന്ന കൃഷ്ണനാണ്. യുദ്ധം ചെയ്തിട്ടുമില്ല, ധർമ്മത്തിന് മാത്രം ഉപദേശിച്ചുള്ളൂ, യുദ്ധം ചെയ്യാൻ ഉപദേശിച്ചില്ല. ധർമാധർമ്മം, അധർമ്മത്തെ ചൂണ്ടൻ ഇപ്പോഴും ഉണ്ടല്ലോ. അതില്ലാതെ ലോകം മുന്നോട്ട് പോകത്തില്ല, അതില്ലാതെ സുരക്ഷിതം ഉണ്ടാകത്തില്ല, അതില്ലാതെ അച്ചടക്കം വരത്തില്ല ജീവിതത്തിൽ. അതുകൊണ്ട് മാത്രമാണ് കീഴ്വഴക്കം ഉണ്ടാകുന്നത്. കീഴ്വഴക്കാണ് അച്ചടക്കത്തിലേക്ക് പോകുന്നത്. നമ്മൾ വണ്ടി തുരുമ്പെടുത്താൽ അത് ഓയിലിടുന്നു, ഓയിലിടുന്ന കറകറ ശബ്ദം കേൾക്കാതിരിക്കുന്നത്. ആ ഓയിൽ പോലെ ഈ മൂല്യം, അങ്ങനെ മമതയെ വെടിഞ്ഞു നീ ഒരു നിമിത്തമായി തീർന്നാൽ നീ ലോകത്തിന് മുഴുക്ക ഉപകാരപ്പെടും നിന്റെ ജീവിതം എന്നുള്ളതാണ്. പക്ഷെ ഒരു മിലിറ്ററിക്കാരനോട് അത് പറയാനൊക്കത്തില്ല. ചില കുട്ടികൾ ഭയം, പേടി എന്ന് പറയുന്ന കുട്ടികളുണ്ട്. പകൽ പോലും ലൈറ്റിട്ട് മുറിയിലിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും, പേടി എന്ന് പറയും. ഇങ്ങനെ പറയുന്ന കുട്ടികളെ ആദ്യം നമ്മൾ കൗൺസിലിംഗ് കൊണ്ടുപോകും. അപ്പോൾ കൗൺസിലിംഗ് കൊടുത്ത് കുട്ടികൾക്ക് അതിൽ നിന്ന് മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സൈക്കോളജിസ്റ്റ് എടുത്ത് കൊണ്ടുപോകും. പിന്നെ അവരുടെ സംസാരം കൊണ്ടും വ്യത്യാസം ഉണ്ടായെങ്കിൽ പിന്നെ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ കൊണ്ടുപോകും. അപ്പോൾ അവർ പിന്നെ ഗുളിക അതൊക്കെ കൊടുക്കും. അതിലും കുറവ് വന്നില്ല, വയലൻ്റ് ആവുന്നു, എല്ലാം തല്ലി പൊട്ടിക്കുന്നു, അങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ ഷോക്ക് അടിക്കും. പിന്നത്തെ അവസാനത്തെ ചികിത്സ ഷോക്ക് അടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ ആണ്. പെട്ടെന്ന് ചാടിയൊരു യുദ്ധം പുറപ്പെടുകയില്ല. പരസ്പരം ചർച്ച ചെയ്ത് സംസാരിച്ച് പരിഹരിക്കാനുള്ള മാർഗം പരമാവധി നോക്കി എന്തെങ്കിലും കൊടുത്തോ, പൈസ കൊടുത്തോ, സ്നേഹത്തോട് സംസാരിച്ചോ, അല്ലെങ്കിൽ അവർക്ക് അല്ലാത്ത രീതിയിൽ വേണ്ട ചെയ്തോ, എന്നാലും കേട്ടില്ല. പിന്നെ യുദ്ധത്തിന് അവസാനമാണ് യുദ്ധത്തിലേക്ക് വരുന്നത്. ഗീതയുടെ സന്ദേശം അതാണ്. അതായത് പഠിപ്പിക്കുമ്പോൾ നമ്മളെ കളരെപ്പറ്റി പഠിക്കുമ്പോഴും നിനക്ക് ദേഹം നൊന്ത് കഴിഞ്ഞേ നീ തിരിച്ചു ചെയ്യാറുള്ള, അല്ലാതെ നിനക്ക് എന്നെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് കയറി മറ്റവനെ പെട്ടെന്ന് തന്നെ ഇരിക്കാൻ പാടില്ലെന്നാണ്. കളരെപ്പറ്റോ മറ്റുള്ളതൊക്കെ പഠിപ്പിക്കുമ്പോഴും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് കാരണം ഗീതയുടെ വാക്ക് തന്നെയാണ് അവരും ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്ഷമ മറ്റുള്ളവരെ ഉയർത്താനായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ക്ഷമ മറ്റുള്ള അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതും ധർമ്മമല്ല. അപ്പം അതുപോലെ ആണ് ഗീതയിലെ കൃഷ്ണൻ ഉപദേശിച്ചിരിക്കുന്നത്. സനാതനധർമ്മത്തിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥം, സന്യാസമാണല്ലോ. വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രം ബ്രഹ്മചാരിയാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിനും അതിൻ്റെതായ സ്ഥാനം കാണിക്കുന്നുണ്ട് അവർ. അങ്ങനെ തള്ളുന്നില്ല. എല്ലാ വിചാരങ്ങളും മനസ്സിലുണ്ടാകുമല്ലോ നമ്മുടെ. അപ്പോൾ ആരെയില്ല, ഒരു നിമിഷം ഇരിക്കാൻ വയ്യാത്ത ആൾക്കാർ പോലും ദുബായിൽ അല്ല വെളിയിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ
ഭാര്യ വീട്ടിൽ 5-10 വർഷം വെളിയിൽ ജോലി ചെയ്ത് വേറൊരു പെണ്ണെ സ്വീകരിക്കാൻ കഴിഞ്ഞതിന് വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം ജീവിക്കണമെന്ന ലക്ഷ്യം വന്നപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടിയില്ലേ. അപ്പം അതുപോലെ വൈരാഗ്യം വന്നാൽ, പരമായ പ്രേമത്തോട് വൈരാഗ്യം വന്നാൽ, ലക്ഷ്യത്തോട് വൈരാഗ്യം വന്നാൽ ഇതിനെ അതിജീവിക്കാൻ സാധിക്കും. അമ്മ എപ്പോഴും എടുത്ത് പറയുന്നതാണ്. ഇപ്പോൾ കുഴിയിര എണ്ണ ചേരുന്നു, കുട്ടികളെ സൃഷ്ടിക്കുന്നു, മരിക്കുന്നു. അതിനപ്പുറം മനുഷ്യന്മ കിട്ടി നമ്മളെന്ത് ചെയ്യുന്നു? നമ്മളിതുപോലെ കല്യാണം കഴിക്കുന്നു, കുട്ടികളെ സൃഷ്ടിക്കുന്നു, മരിക്കുന്നു. കുഴിയേര മണ്ണിന് വളമെങ്കിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളോ ഭൂമിയും മലിനമാക്കി, മരിക്കുമ്പോൾ കെമിക്കൽ ഒഴിച്ച് മൂടുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കും, അന്തരീക്ഷം മലിനമാക്കുന്നു. ജീവിച്ചപ്പോൾ എടുത്തും നശിപ്പിച്ചും പോകുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി എടുക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നല്ലത് പങ്കുവെച്ച് നീങ്ങാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നീങ്ങണം. പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൽ തള്ളുന്നില്ല. കുമാര സംഭവം അല്ലെങ്കിൽ ശാകുന്തളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ശിങ്കാരം അമേരിക്കയിലും ഇല്ല, ഒരു രാജ്യത്തിലും എപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ശിങ്കാരത്തിലൊരു മൂല്യമുണ്ട്, ഒരു മൂല്യം വിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അതിൻ്റെ സ്ഥാനത്ത് കണ്ട് ശരിക്കും നാടകം അഭിനയിച്ചു പോയവരാണ്. അവർ നാടകം അഭിനയിച്ചെങ്കിലും ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ വിട്ടിട്ടില്ല. അവരുടെ പരമാവധി ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അതാണ് കുളിക്കാൻ ഇറങ്ങുന്നത് കരയ്ക്ക് കയറാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ, ഭൗതികത്തിലേക്ക് പോകുന്നത് ആധ്യാത്മത്തിൽ നിന്നുള്ള തടസ്സം മാറ്റാനുള്ള വേണ്ടിയാണ്. എപ്പോഴും പിക്നിക്കിന് പോകുന്നവൻ ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, തൻ്റെ വീട് മറക്കുന്നില്ല. പക്ഷി ഇര തേടാൻ പോകുന്നു, കൂട് മറക്കുന്നില്ല. അതുപോലെ ലോകത്തിൽ ഇറങ്ങുന്നത് ഈ തടസ്സങ്ങൾ, മനസ്സിലുള്ള തടസ്സങ്ങൾ കളയാൻ വേണ്ടിയാണ്. മനസ്സിൽ വികാര വിചാരങ്ങളില്ലാത്ത ആരുമില്ല. അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ ഗ്രഹിക്കുമ്പം അതിന് ശക്തി കൊടുക്കില്ല. എല്ലാവരിലും അഭിനയിക്കും, പക്ഷെ അവരുടെ ഉള്ളിലൊന്നും ഇത് ബന്ധിക്കുന്നില്ല. അവരെ അങ്ങനെയുള്ള ഭാവമായിരിക്കാം.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. I humbly bow down at a most sacred Lotus feet. Our problems are not only related to the material world. They have a spiritual dimension as well, of which we are unaware. As Amma says, we do have some freedom to mitigate our external worldly problems, such as family issues, financial problems, professional problems, etc. Unlike our worldly problems, spiritual problems are unique in their nature. They are about our very existence. Problems related to our own consciousness. And those problems cannot be resolved so easily because we are the ones involved in the problems. In other words, we are identified with the problems. Unless they are solved, we cannot be happy, or at least minimize. There is a story in the Mahabharata. Indra, the king of gods, who attacked the powerful demon named Vritra, the chief of demons. This demon has some special boons. He could assume any shape, any form, and enter into any realm of existence, such as earth, water, fire, air, and ether. And Indra hurled his fatal weapon against this demon. Each time Indra attacked him, Vritra would enter into each of these realms and become invisible. And wherever the demon went, Indra's weapon wouldn't spare him. So what did the demon do? He entered the mind of Indra. He entered the mind of Indra, and now the problem is, how can we hurl a weapon against our own mind? So when Vritra entered the mind of Indra, Indra became totally confused. Like all of us. Like Arjuna. Like all of us. I mean, irrespective of nationality, language, culture, we are all suffering from this. Because the demon is inside. And you cannot attack the demon inside with a weapon. Because it is you. I mean, you are identified with that. So Indra became confused and lost his consciousness. And then Indra's guru Brihaspati came to his aid. The guru understood that Indra was possessed by the evil force, and the guru's Shakti, spiritual power, lit up Indra's mind like a brilliant sun and drove out the evil force. And Indra regained consciousness. He said, "Oh, I was possessed by the very enemy whom I was attacking with my weapon." Thus, with the help of his guru, Indra regained his self-consciousness. And this is precisely what has happened to us. Demons have entered our minds. As our personality is intertwined with the vast physical nature, the forces of nature can take refuge in our own intellect and mind. When Indra's mind was confused, nobody but the guru alone could rescue him. Material energy creates an illusion that there is happiness in material things. And this is what is known as Maya, which also means that which is not what it appears to be. Deceptive. Hence, people run after things for happiness. Yet, if you ask somebody, "Have you found happiness?" they invariably reply, "I'm not there yet." And we all just keep telling ourselves that we are not happy right now, but we will be happy in the future.
I would say that all of us are flanked by two terrorists. Do you know their names? Two terrorists, past and future. These two are the killers of all our talents, our strengths, inner potential, and most importantly, our happiness and peace. We think we can create happiness by owning external quantities. Happiness is subjective, more an inner experience of contentment. Therefore, it cannot be created. Happiness cannot be created, and we are trying to create happiness. It is not even satisfaction that we feel, because satisfaction is again temporary. Don't you feel satisfied after eating a good meal? Yes, but you will feel hungry again. And whatever is created must end. Falling in love with a person or object, it is one entity connecting with another entity, and entities must end at some point of time. And along with that, our happiness will also disappear. Now, we will have to create another set of happiness. So what humanity really wants is happiness. That's our real need. And that indeed is the cause of all our misery. We are not happy. That's the misery. Happiness, we want happiness. The problem is we are always superimposing happiness in the future, which is unpredictable. And when we do this, we have already moved away from the present where reality is. When we superimpose happiness in the future, we have already moved away from happiness, from reality. The future is non-existent. It is a dream, a projection of the mind. And the more we project happiness in the future, the more we suffer. This will intensify our longing for happiness, which in turn will make us more miserable. And this is why Amma says, just like any other decision, happiness is also a decision. Have you ever thought of this mantra, I mean Amma's mantra, this aphorism? Just like any other decision, happiness is also a decision. Why? Where does a decision take place? Here, in this moment. Decisions are always in the present, right? And watch Amma, she is never in the future. She is always right here, in this moment. What do you consider to be the closest thing to you, the nearer than the nearest, the very substratum of your existence? What is it? You. You are the closer than the closest, right? And when we say you, it is not the body, but your own consciousness, correct? Now when I say, I want to be happy, what does it depend on? It totally depends on you, not an outside situation, money or objects. So when Amma says, just like any other decision, happiness is also a decision, come what may, I will be happy. That means I am happiness. I am that. I am happiness. Means be happy first and everything will follow.